ഹായ്, ലിബ്രിയോഫീസ് റൈറ്ററിൽ തയ്യാറാക്കിയ ഒരു മാറ്ററിന് ഒന്നിലധികം പേജുകളുണ്ടെങ്കിൽ റോസ് അല്ലെങ്കിൽ കോളംസ് എങ്ങനെ റിപ്പീറ്റ് ചെയ്യാമെന്നാണ് ഇൻഫോടെക് കളക്റ്റീവിൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ക്ലാസ് PTA പങ്കെടുത്ത രക്ഷിതാക്കളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്താനുള്ള ഒരു ഫോർമാറ്റാണിത്. ഇതിൽ 50ഓളം കുട്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് 2 പേജ് ഉണ്ടായിരിക്കും. ആദ്യം ഇതിൻ്റെ പ്രിൻ്റ് ഏരിയ ഒന്ന് ഡിഫൈൻ ചെയ്യാം. മാറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റിൽ പ്രിൻ്റ് റേഞ്ചസ് ഡിഫൈൻ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിൻ്റെ പ്രിൻ്റ് പ്രിവ്യൂ ഒന്ന് പരിശോധിക്കാം. ഇതിൽ ലാസ്റ്റ് കോളം വന്നിട്ടില്ല. മാത്രമല്ല ഇത് 4 പേജിലായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ഓരോ പേജും പരിശോധിക്കാം. അടുത്ത പേജിലേക്ക് പോകുന്നതിനായി നെക്സ്റ്റ് എന്ന ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. പ്രീവിയസ് പേജുകളിലേക്ക് പോകാൻ പ്രീവിയസ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. പ്രിവ്യൂ ക്ലോസ് ചെയ്യാം. ഇതിൻ്റെ പേജ് ഒന്ന് ഫോർമാറ്റ് ചെയ്യാം. ഫോർമാറ്റ് മെനുവിൽ പോയി പേജ് സ്റ്റൈൽ ക്ലിക്ക് ചെയ്യുക. പേപ്പർ ഫോർമാറ്റ് A4 ആണ്. ഈ ടേബിൾ വെർട്ടിക്കലായിട്ടാണ് കൂടുതൽ ഏരിയ കവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഓറിയൻറ്റേഷൻ പോർട്രേറ്റ് ആക്കാം. മാർജിനുകൾ അല്പം കുറയ്ക്കാം. ടേബിൾ അലൈൻമെൻറ്റിൽ ഹൊറിസോണ്ടലും വെർട്ടിക്കലും ടിക്ക് ചെയ്യുക. അതിനുശേഷം OK കൊടുക്കുക. ഇനി പ്രിൻ്റ് പ്രിവ്യൂ ഒന്ന് നോക്കാം. ഇപ്പോൾ മാറ്റർ മുഴുവൻ പേജിൽ വന്നിട്ടുണ്ട്. അതുപോലെ ടോട്ടൽ പേജ് 2 ആയിട്ടുണ്ട്. രണ്ടാമത്തെ പേജ് ഒന്ന് പരിശോധിക്കാം. ഇവിടെ മാറ്റർ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. മാത്രമല്ല അത് പേജിൻ്റെ സെൻറ്ററിലായിട്ടാണ് കാണുന്നത്. ഇതിങ്ങനെ കാണുന്നത് ഫെയറല്ല. ഇതിങ്ങനെ വരാൻ കാരണം ഫോർമാറ്റ് പേജിൽ ടേബിൾ അലൈൻ ചെയ്തപ്പോൾ വെർട്ടിക്കലി സെൻറ്റർ ആക്കിയതാണ്. നമുക്ക് വെർട്ടിക്കലി അലൈൻ ചെയ്യരുത് ഒഴിവാക്കാം. ഫോർമാറ്റ് പേജിൽ പോയി ടേബിൾ അലൈൻമെൻറ്റിലെ ഈ വെർട്ടിക്കലിൻ്റെ നേരെയുള്ള ടിക്ക് ഒഴിവാക്കിയതിന് ശേഷം OK കൊടുക്കുക. ഇനി പ്രിൻ്റ് പ്രിവ്യൂ ഒന്ന് നോക്കാം. രണ്ടാമത്തെ പേജിലേക്ക് പോവാം. ഇപ്പോൾ മാറ്റർ മുകളിലായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ രണ്ടാമത്തെ പേജിൽ മാറ്ററിന് മുകളിലായി ഹെഡിങ്ങുകളില്ല. ഒന്നാമത്തെ പേജിൽ കാണുന്നത് പോലെ ഹെഡിങ്ങുകൾ എങ്ങനെ രണ്ടാമത്തെ പേജിലും ഉൾപ്പെടുത്താമെന്ന് നമുക്ക് പരിശോധിക്കാം. പ്രിവ്യൂ ക്ലോസ് ചെയ്യുക. ഫോർമാറ്റ് മെനുവിൽ പ്രിൻ്റ് റേഞ്ചസ് എഡിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു വിൻഡോ തുറന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് പ്രിൻ്റ് റേഞ്ചസ് എന്ന് കാണും. അതായത് നമ്മൾ സെലക്ട് ചെയ്ത പ്രിൻ്റ് ഏരിയയാണ് ഈ കാണുന്നത്. അതിൻ്റെ താഴെയായി റോസ് ടു റിപ്പീറ്റ് എന്ന് കാണുന്നുണ്ട്. ഏത് റോസ് ആണ് രണ്ടാമത്തെ പേജിലും റിപ്പീറ്റ് ചെയ്യുന്നത് എന്ന് ഇവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ കോളംസ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഈ ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മതി. നമുക്ക് റോസ് ആണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അതിന് നേരെയുള്ള ഈ ഷ്രിങ്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വിൻഡോ ഒന്ന് ചെറുതായിട്ടുണ്ട്. മൗസ് ഉപയോഗിച്ച് ഈ വിൻഡോ അല്പം മുകളിലേക്ക് നീക്കി വയ്ക്കുക. ഇവിടെ ഈ ഒരു റോ ആണ് നമുക്ക് രണ്ടാമത്തെ പേജിലും ഉൾപ്പെടുത്തേണ്ടത്. ആ റോ സെലക്ട് ചെയ്യുക. ഇപ്പോൾ സെലക്ട് ചെയ്ത റോ ഇവിടെ കാണാം. ഇനി എക്സ്പാൻഡ് എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. OK കൊടുക്കുക. പ്രിൻ്റ് പ്രിവ്യൂ നോക്കാം. രണ്ടാമത്തെ പേജ് നോക്കാം. ഇവിടെ ഒന്നാമത്തെ പേജിലെ ഹെഡിങ്ങുകൾ ഇവിടെയും റിപ്പീറ്റ് ചെയ്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ റോസ് ആണ് നമ്മൾ രണ്ടാം പേജിലേക്ക് റിപ്പീറ്റ് ചെയ്തത്. ഇനി കോളംസ് എങ്ങനെ രണ്ടാം പേജിലേക്ക് റിപ്പീറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി നമുക്ക് വേറൊരു മാറ്റർ പരിശോധിക്കാം. ഇത് കുട്ടികളുടെ സമ്പൂർണ്ണയിൽ നിന്നെടുത്ത ഡീറ്റെയിൽസാണ്. കുട്ടികളുടെ പേര്, അഡ്മിഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, അച്ഛൻ്റെ പേര് മുതലായ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഇത് നമുക്കൊന്ന് പേജ് സെറ്റ് ചെയ്യാം. മാറ്റർ സെലക്ട് ചെയ്ത് പ്രിൻ്റ് ഏരിയ ഡിഫൈൻ ചെയ്യുക.
പേജ് ഫോർമാറ്റ് ചെയ്യുക. പേജ് സെറ്റ് കഴിഞ്ഞു. ഇനി പ്രിവ്യൂ ഒന്ന് നോക്കാം. ഇതിന് 3 പേജുകളുണ്ട്. ഒന്നാമത്തെ പേജിലെ നമ്പർ, അഡ്മിഷൻ നമ്പർ, ഫുൾ നെയിം എന്നിവ ഉൾക്കൊള്ളുന്ന ഈ കോളങ്ങൾ എല്ലാ പേജിലും ഉൾപ്പെടുത്താം. ഫോർമാറ്റ് മെനുവിൽ പ്രിൻ്റ് റേഞ്ചസ്, എഡിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കോളങ്ങളാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. കോളംസ് ടു റിപ്പീറ്റ് എന്ന ഈ ഓപ്ഷന് നേരെയുള്ള സ്ട്രിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റിപ്പീറ്റ് ചെയ്യേണ്ട കോളങ്ങൾ മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്യുക. എക്സ്പാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വിൻഡോ എക്സ്പാൻഡ് ചെയ്യുക. സി മുതൽ ഇ വരെയുള്ള കോളങ്ങളാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ കൊടുക്കുക. ഇനി പ്രിവ്യൂ നോക്കാം. ഒന്നാം പേജിലെ 3 കോളങ്ങളും എല്ലാ പേജിലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രിൻ്റ് ചെയ്യേണ്ട മാറ്റർ ഒന്നിലധികം പേജുകളിലുണ്ടെങ്കിൽ റോസ് അല്ലെങ്കിൽ കോളംസ് എങ്ങനെ എല്ലാ പേജിലും ഉൾപ്പെടുത്താമെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.